കുറച്ചാണ് നമുക്ക് കണ്ടൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരുന്നുള്ളൂ. അതുകൊണ്ട് അത്ര പ്രശ്നം ഉണ്ടാവുന്നില്ല. മിക്കവരും യൂസ് ചെയ്യുന്നത് നമ്മളൊരു ടൈപ്പ് സി കേബിളൊക്കെ വെച്ചിട്ട് കണക്ട് ചെയ്ത് ട്രാൻസ്ഫർ ഒക്കെ ഉണ്ടാവും. ആ ലോഗിൻ നമുക്ക് മൈക്രോസോഫ്റ്റ് ലോഗിനാണ്. അത് നമുക്ക് പെട്ടെന്ന് ക്ലിയർ ചെയ്തിട്ട് ഈ ഒരു ഇൻ്റർഫേസിലേക്ക് നമുക്ക് വരാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് പിന്നെ ഇതിനകത്ത് നോക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ എൻ്റെ ഒരു ഫോൺ ഓൾറെഡി കണക്റ്റഡ് ആണ്, റിയൽമി 14 Pro Plus. പിന്നെ അപ്പോൾ എൻ്റെ ഒരു വേറെ ഫോണുണ്ട്, അതിൽ ഫോൺ അതാണ് പ്രൈമറി ഫോണിനകത്ത് ഫോൺ ലിങ്ക് ഓൾറെഡി അവർ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, പിന്നെ ഇത് ഓക്കെ, അപ്പോൾ വേണം. അപ്പോൾ ഇതിനകത്ത് ഓപ്പൺ ചെയ്യാം യൂസിങ്. നമുക്ക് സൈൻ ഇൻ ചെയ്യാം, നേരിട്ട് മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് വെച്ച് സൈൻ ഇൻ ചെയ്യാം, അല്ലെങ്കിൽ കണ്ടിന്യൂ കൊടുക്കാം. ലിങ്ക് ആയിട്ടെന്ന് ചോദിക്കും, ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിന് ചോദിക്കുന്നതാണ് ഹലോ ലിങ്ക് ടു വിൻഡോസ് ടു സെൻഡ് ആൻഡ് വ്യൂ മെസ്സേജസ്, ലിമിറ്റഡ് ആക്സസ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഫോട്ടോ ഒക്കെ വരും, അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇത് ജസ്റ്റ് നമ്മളെ ഇങ്ങോട്ട് നോട്ടിഫിക്കേഷൻ വരാനൊക്കെയാണ്. ഓക്കെ, ഇത് ബാറ്ററി സേവർ ചോദിക്കുന്നുണ്ട്, അത് ബാറ്ററി സേവർ ഇട്ടാൽ വെച്ച് കുഴപ്പമില്ല. ഓക്കെ, ഹെൽപ്പ് അസ് ഇംപ്രൂവ് അതിൻ്റെ ആവശ്യമില്ല. ഡീനെ ഇതിനകത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ആർ പ്രിപ്പയറിംഗ് യുവർ ഡിവൈസസ് ഓൾ ആർ സെറ്റ്. ഓക്കെ, നമുക്കെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കണ്ടോ നോട്ടിഫിക്കേഷൻ വന്നു, ഇതിനകത്ത് എൻ്റെത് വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഓപ്പൺ കൊടുക്കാം. ഫോൾഡറിലേക്കാണ് പോകേണ്ടതെന്നുള്ളത് ഇത് ഫീച്ചേഴ്സിനകത്താണ്. ഓക്കെ, ഉണ്ട്, പക്ഷേ അതൊക്കെ നമ്മൾ തൽക്കാലത്തേക്ക് ഡിസേബിൾ. നമ്മളെ ഫോട്ടോസ് ഇതൊക്കെ ഓപ്ഷൻ ഉണ്ട്, പക്ഷേ ഞാൻ ഇതൊന്നും യൂസ് ചെയ്യാം. അതൊരു കണ്ടീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഇത് ഓണാക്കിയിടേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഫോണിൽ തന്നെ നമുക്കത് ഓഫ് ചെയ്തിടാം. ഫുൾ ടൈം ഇത് ഓണാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യം കഴിഞ്ഞ് കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ക്വിറ്റ് ചെയ്ത് കളയാനൊക്കെ ഓപ്ഷൻ ഉണ്ട്. ഇത് ഓഫാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലിപ്പോൾ ഓണായി കിടന്നുകൊണ്ട് വലിയ പ്രശ്നമില്ല. പക്ഷേ ലിങ്ക് ടു വിൻഡോസ് ഇത് ഇപ്പോൾ എൻ്റെ ഫോണിലൊക്കെ